എന്തിനാണെന്ന് വെച്ചാൽ വന്ന് പെട്ടാൽ നമ്മൾക്ക് സന്തോഷിക്കാനുള്ള വഴിയാണത് എന്നർത്ഥം. വന്ന് പെട്ടാൽ ഇതുകൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കപ്പെടുന്ന 2 ലക്ഷ്യം അള്ളാഹു പറയുന്നതായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒന്ന്, ഒരുപാട് പാപങ്ങൾ ചെയ്ത് അടിയാറാണ്. ഇവനെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇവനെ ശുദ്ധീകരിക്കാൻ. അങ്ങനെയുള്ള ആളുകൾക്ക് രോഗങ്ങളും വിഷമങ്ങളും കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കൊടുക്കും. മറ്റൊന്ന്, അള്ളാഹു തമ്പുരാൻ ഇവന് ഉന്നതമായ ദറജ, ഉയർന്ന പദവി നൽകിയ തീരുമാനിച്ചവനാണ് അള്ളാഹ്. പക്ഷേ മരണം വരെ ഇവൻ ഇബാദത്ത് ചെയ്താൽ ആ കണക്കാക്കിയ ദർജയുടെ 7 പോലും അവനെത്തില്ല. അതിന് മാത്രം ഇബാദത്ത് ഇല്ലാത്തൊരു സാധുവാ. പക്ഷെ അള്ളാഹു അവന് തൗഫീഖ് കൊടുത്തവനാ. ഇവന് ഉയർന്നൊരു പദവി അള്ളാഹുവിനെ വെച്ചിട്ടുണ്ട്. അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുസബ് മിൻഹു. ഒരാൾക്ക് അള്ളാഹു തആല ഖൈർ വേണ്ടി വെച്ചാൽ അവന് മുസീബത്ത് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ മക്കളിലായിരിക്കും, ചിലപ്പോൾ ഭാര്യമാരിലായിരിക്കും, സ്വന്തം ശരീരത്തിലായിരിക്കാം, സമ്പത്തിലായിരിക്കാം, തൊഴിലിലായിരിക്കാം. മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുസബ് മിൻഹു. ആർക്കോ അള്ളാഹു തആല ഖൈർ വേണ്ടി വെച്ചാൽ അവൻ, ഒരാള് ഒന്നുമില്ല, ഓനിങ്ങനെ അടിച്ച് വീശി ഇങ്ങനെ ഒരു തറവന് ജലദോഷ പനി വരെ വന്നിട്ടില്ല. ജോലിയാണെങ്കിൽ ജോലിക്ക് ജോലി, പൈസക്കാണെങ്കിൽ പൈസ, ഭാര്യക്കാണെങ്കിൽ വളരെ സുഖം, മക്കൾക്കാണെങ്കിൽ അതിലേറെ സുഖം, എല്ലാം കൊണ്ടും സുഖം. പേടിക്കണം, അവൻ പേടിക്കണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് സങ്കടപ്പെട്ട് കരഞ്ഞുകൊള്ളണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഒന്നിച്ചൊരൊറ്റപ്പിടുത്തം പിടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഗുണല്ല. അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ വലഹും അദാബുൻ അലീം. അല്ലാഹു തആല പറയുന്നു, വെറുതെ ഇങ്ങനെ വിട്ടേണ്ടല്ലോ. ആരോഗ്യം നല്ല സുഖാണ്, സാമ്പത്തികമായ നല്ല അവസ്ഥയാണ്, കുടുംബപരമായി വളരെ സന്തോഷാണ്, അത് സുഖത്തിനാണെന്ന് നേരം വിചാരിക്കണ്ട. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ. കുറ്റത്തിന്റെ മുകളിൽ കുറ്റം, ധിക്കാരവും അഹങ്കാരവും അഹന്തയുമായി അവൻ പോയി അവസാനം വലഹും അദാബുൻ അലീം, വേദനാപൂർണമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും പരീക്ഷണം അള്ളാഹുവിലേക്ക് മടങ്ങാനും പാപമോചനത്തിനും തൗബക്കും ഒക്കെ കാരണമാകും. ദോഷമല്ലാതെ തന്നെ പൊറുക്കാൻ. അപ്പോൾ 2 കാരണങ്ങൾ, ഒന്ന് ദോഷം പൊറുക്കപ്പെടുക, മറ്റൊന്ന് ഉന്നതമായ പദവി കണക്കാക്കിയവൻ ഇബാദത്ത് കൊണ്ട് അവിടെ എത്താതെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ദേഹത്തിലോ ധനത്തിലോ കുടുംബത്തിലോ സ്വത്തിലോ മറ്റോ ആയി വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പരീക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനുള്ള ഭാഗ്യവും കൂടി കൊടുക്കും. ക്ഷമിക്കാനുള്ള ഭാഗ്യവും കൂടി കൊടുക്കും. അങ്ങനെ ക്ഷമിക്കുമ്പോ അവർക്ക് അല്ലാഹു തആല നേരത്തെ കണക്കാക്കി ഉന്നതമായ പദവിയിലേക്ക് ഇബാദത്തില്ലാതെ തന്നെ അവരെത്തിക്കും. പിന്നെ മറ്റൊന്ന്, മരണസമയത്തും മറ്റുമൊക്കെയുള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ സത്യവിശ്വാസികൾക്ക് കൂടുതലായിരിക്കാനും അവിശ്വാസികളും ധിക്കാരികളും തെമ്മാടികളുമായ ആളുകൾക്ക് കുറഞ്ഞിരിക്കാനും വളരെ സാധ്യതയുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അണുമണി തൂക്കം ഖൈർ ചെയ്താൽ അവനത് കണ്ടെത്തിക്കും, അത്ര തന്നെ ഷർറ് ചെയ്താൽ അതും കണ്ടെത്തിക്കും. എന്ന് പറഞ്ഞാലോ, നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത, നല്ല സ്വാലിഹായ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ഒരു കാഫറായ മനുഷ്യനാണ് മരിച്ചു ചെന്നാൽ പരലോകത്ത് അവന് ഒരു പ്രതിഫലവും കിട്ടൂല. വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്ന. മുഅ്മിനായി സ്വാലിഹായ അമൽ ചെയ്തവർക്ക് മാത്രമേ പ്രതിഫലം കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ഒരു പ്രതിഫലം. പക്ഷേ ദുനിയാവിൽ അല്ലാഹു തആല മരിക്കുന്നതിന്റെ മുമ്പ് അതിനനുഗുണമായ നിരക്കുള്ള ഗുണങ്ങൾ ദേഹത്തിലോ ധനത്തിലോ കുടുംബത്തിലോ ആയി കൊടുത്തുകൊണ്ടിരിക്കും. കൊടുത്തു തീരുന്നതിന് മുമ്പ് ഇയാൾ മരിക്കാനായി എങ്കിൽ മരണത്തിന്റെ വേജാറും വെപ്രാളവും വിഷമവും പ്രയാസങ്ങളും ലഘൂകരിച്ച് സന്തോഷകരമായ സുഖമരണം, അത് അവന് നേരത്തെ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് ബാക്കി വെച്ച ഹസനത്ത് അല്ലാഹു ഇവിടെ പൂർത്തിയാക്കി കൊടുക്കുകയാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇന്നൊക്കെ ചെയ്തണല്ലോ, അതിന് ഞാൻ ഇന്നൊക്കെ ദുനിയാവിൽ തന്ന് അവസാനിച്ച് നല്ല കൂളായിട്ട് മരിച്ചു പോകുന്നില്ലേ? മരിച്ചു പോന്നു. അതെ, കിട്ടാതെ കിട്ടിപ്പോന്നതാണ്. അപ്പൊ അത്തരക്കാരുടെ മരണം വളരെ കൂളായിട്ട് പോകുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഹസനത്തല്ലതും ഉണ്ടെങ്കിൽ
അത് ഇവിടെ നിന്ന് പൂർത്തിയാക്കി കൊടുക്കാനാണ്. ആഖിറത്തിൽ കസനത്തില്ലല്ലോ, അപ്പൊ ഇവിടെ തന്നെ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് രണ്ടാമത്തെ ഒരു ടീമുണ്ട്, അതാണ് വലിയ ബേജാറ്. ആള് കാഫറൊന്നുമല്ല, തനി തമ്മാടിയാ. ഇവൻ രോഗത്തിൽ കിടന്ന് മരണരോഗത്തിൽ വെപ്രാളപ്പെട്ട് ഇന്നലിൽ മൗത്തി സക്രാത്തുന്ന വജാഅത്ത് സക്രത്തുൽ മൗത്ത് എന്ന് ഖുർആനും പറയുന്നുണ്ട്. ഒരു ജാതി മസ്തിനാണത് എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയാത്ത വിഷമത്തിന്റെ അങ്ങേയറ്റത്തെത്തി ബുദ്ധിയുടെ നിയന്ത്രണം പോലും തെറ്റുമാറുള്ള അതികഠിനമായ വിഷമങ്ങളാണ് മരണത്തിന്. ഈ വിഷമം വെറുതെ അല്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു മുള്ളുകൊണ്ട് കാലിൽ പോറലേറ്റാൽ അതിന് വരെ ഹസനത്തുണ്ടെന്ന് പറഞ്ഞ അല്ലാഹു തമ്പുരാൻ. ഒരു തമ്മാടിയാണ്, ആൾ മുസ്ലിമൊക്കെ ആണെങ്കിലും തനി തമ്മാടിയാണ്. അവന് ഒരു തൗബയും ചെയ്തിട്ടില്ല. അവൻ അല്ലാഹു തആല തൽക്കാലം പുറത്തു കൊടുക്കാൻ കരുതിയിട്ടില്ല. അവൻ ചെയ്ത തെറ്റിന് കണക്കായ ശിക്ഷ കൊടുക്കാനാണ് അല്ലാഹു വേണ്ടച്ചിൽ. എന്നാ അവനും തന്നെ കൂളായി മരിച്ചു പോകും. കാരണം എന്താ, മരണസമയത്ത് അനുഭവപ്പെട്ട വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടിനും വേദനക്കും ഒക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ഹസനത്ത് എഴുതപ്പെടുകയും ദർജ ഉയർത്തപ്പെടുകയും ചെയ്യും. പക്ഷെ ഇവൻ അല്ലാഹു തആല അത് വേണ്ടി വെച്ചിട്ടില്ല. ഇവനെ നരകത്തിൽ ഇവൻ ചെയ്ത തെറ്റിന് കണക്കായിട്ട് ശിക്ഷിക്കാൻ അല്ലാഹു വേണ്ടി വെച്ച്. എങ്കിൽ മരണസമയം വളരെ എളുപ്പമാക്കി സന്തോഷകരമായ ഒരു മരണം. അല്ലെങ്കിൽ ഒന്നും അറിയണില്ല, സുഖമായിട്ട് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ട് മെത്ത വിരിച്ച് AC ഇട്ടാ തണുപ്പിലാണ് കിടന്നുറങ്ങിയ ഓർമ്മയുണ്ട്. രാവിലെ ആളെ വിളിച്ചു നോക്കുമ്പോ ആളെ കാണാനില്ല, പരലോകത്തെത്തിയിട്ടുണ്ട്. മരിച്ചതന്നെ അറിഞ്ഞിട്ടില്ല. അത്രയും സുഖമായിട്ടാണ് മരിച്ചുപോയി. ഒരിക്കലും അത് ഗുണത്തിനാണെന്ന് വിചാരിക്കേണ്ട ആ സാധാരണക്കാർക്ക്. കാരണം ഒരു മണിക്കൂർ സമയമെങ്കിലും ഒന്ന് വെപ്രാളപ്പെട്ട് വേദാറായി വിഷമിച്ച് വേദനപ്പെട്ട് പൊളഞ്ഞ് അത്രയും ദോഷം പൊറുക്കപ്പെടും. അതൊന്നുമില്ല, അങ്ങനെയാണ് മരിച്ചു പോയത്. മരിച്ചതന്നെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന് കണക്കായത് മുഴുവൻ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല വെച്ചത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൗത്തുൽ ഫുജാ, മൗത്ത് അസഫ്, അഹ്ദത്തു അസഫ്, പെട്ടെന്നുള്ള ഈ മരണം ഒരു ദുഃഖത്തിന്റെ പിടുത്താണ്. കാരണം ഒരു ദോഷം പൊറുക്കാനോ ഒരു അള്ളാ എന്ന് പറയാനോ റബ്ബേ പൊറുക്കണ എന്നൊരു വാക്ക് പറയാനോ സമയം കിട്ടിയിട്ടില്ലല്ലോ. മുഴുവനും അവിടത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതേ സമയത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവികളായ മുഅ്മിനുകൾ അള്ളാഹു അവനെ പൊറുത്തു കൊടുക്കാനും ശുദ്ധീകരിക്കാനും ഉന്നതമായ പദവിയിലെത്തിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കിടന്ന് നരകിക്കാണ്. കിടന്നോടത്ത് എഴുന്നേൽക്കാൻ വയ്യ, ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കാൻ വയ്യ, വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, കിടന്ന് മുഖം പുറം ഭാഗമാകെ മുറി വന്ന് പൊട്ടി പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇയാൾ മരിച്ചു കിട്ടിയാൽ മതി ഇനി എന്ന് കാണുന്നവർക്ക് തോന്നും. അതോടുകൂടി തന്നെ ഈ ആൾക്കും തന്നെ പടച്ചോനെ എനിക്ക് ആഫിയത്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി, മരിച്ചു കിട്ടിയാൽ മതി എന്ന് തോന്നും. പക്ഷേ അതൊരിക്കലും അയാൾ മോശക്കാരനായതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് സ്ഥാനമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ചാണ്. കാരണം ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില വീഴ്ചകളോ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാവാം. അതിന് നാളെ റബ്ബ് തമ്പുരാൻ അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ദുനിയാവിൽ തന്നെ കുറെ തെറ്റവൻ ചെയ്തു പോയല്ലോ, അത് അവൻ അനുഭവിച്ചോട്ടെ. കുറേയുണ്ട് ദുനിയാവിലുള്ള അനുഭവമല്ല, എന്നും നാളെയായിട്ടാണ് കഴിഞ്ഞു പോവും. അങ്ങനെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അടിയാറുകൾക്ക് ചെയ്തു പോയ തെറ്റിനെ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് രോഗം കൊടുത്തിട്ട് ആ രോഗത്തിലിട്ട് വിഷമിപ്പിച്ചിട്ട് മരണസമയം അങ്ങേയറ്റം കഠിനമാക്കുക. മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്തുള്ള ഗൗരവം കണ്ടാൽ ലോകത്തിന് എത്ര തന്നെ കഠിനമായ വിഷമങ്ങൾ ഒരാൾ കണ്ടാൽ, മരിക്കുന്ന സമയത്ത് കണ്ടാൽ അയാൾ മോശക്കാരനാണെന്ന് ഞാൻ പറയില്ല. ഒരു മനുഷ്യന് താങ്ങാവുന്ന പരിധിയുടെ അങ്ങേയറ്റത്തിന്റെ അങ്ങേയറ്റമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് അനുഭവിച്ച കഷ്ടപ്പാട്, വേദന, വിഷമം. തങ്ങളെക്കാട്ടിലും വലിയൊരാളിഞ്ഞുണ്ടോ? എന്തുകൊണ്ട്? അവിടെ ദോഷം പൊറുക്കാനല്ല, അവരുടെ ദർജ ഉയർത്താൻ. അതാണ് 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ദോഷം പൊറുക്കപ്പെടാൻ നമ്മളെ പോലത്തെ സാധുക്കൾക്ക്. രണ്ടാമത്തത് ഹസനത്ത് കൂടാൻ. മൂന്നാമത്തത് ദർജ ഉയർത്താൻ. മഹാന്മാർക്ക് അവരുടെ ദർജ ഉയർത്തുമ്പോൾ നമ്മളെപ്പോലത്തെ പാവികൾക്ക് ദോഷങ്ങൾ പുറത്തുകിട്ടും. ചിലപ്പോൾ അതുകൊണ്ട് നമ്മളെ ദർജ ഉയർന്നു വരും, ഹസനത്ത് രേഖപ്പെടുത്തപ്പെടും.
അപ്പൊ രോഗത്തെ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല, എന്നാൽ രോഗം ചോദിച്ചു വാങ്ങുകയും വേണ്ട. വരുമ്പോൾ ക്ഷമിക്കുക, അതുകൊണ്ട് ഗുണമുണ്ട് മനസ്സിലാക്കുക. തന്നെയല്ല രോഗം കാണാൻ ചെന്നാലോ അത് വലിയൊരു പുണ്യപ്പെട്ട കാര്യം. അതുകൂടി പറയാ, സമയം അങ്ങനെ നീട്ടി പറഞ്ഞപ്പോ എവിടെ വിഷയത്തില്ല, ചുരുക്കാണ്. രോഗം ബാധിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യന് രോഗം ബാധിച്ചു എന്ന വിവരം കേട്ടാൽ അയാളെ സന്ദർശിക്കൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് മുഅക്കദായ സുന്നത്താണെന്ന് മാത്രമല്ല, പരസ്പരമുള്ള 6 കടമകളിൽപ്പെട്ട ഒരു കടമയായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5ാമത്തെ കടമ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് 5ാമത്തെ കടമയായി എണ്ണിയത് ഇദാ മരിള ഫഉദുഹു. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ രോഗം ബാധിച്ചാൽ അയാളെ നീ സന്ദർശിക്കണം. അത് മുഅ്മിനായ മനുഷ്യന്റെ സാമൂഹികമായ കടമയാണ്.